ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSCയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറിയിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിശോധനാ ഫലം പിന്നീട് കോടതിക്ക് മുൻപാകെ കൈമാറിയത്. യഥാർത്ഥ സ്വർണ്ണപ്പാളികളാണോ, എത്ര സ്വർണം കളവ് പോയിട്ടുണ്ട് എന്നതിലടക്കം വസ്തുതാപരമായൊരു ഉത്തരം ലഭിക്കുന്ന നടപടിയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഭക്തരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനൊക്കെ ക്ലാരിറ്റി വരുത്താൻ, വ്യക്തത വരുത്താൻ ഈ റിപ്പോർട്ടിലൂടെ കഴിയുമോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. അനന്തകൃഷ്ണൻ ഈ കേസ് ഫോളോ ചെയ്യുന്ന അനന്തൻ നമ്മോടൊപ്പം തത്സമയം തിരുവനന്തപുരത്തുനിന്നുണ്ട്. അനന്തൻ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കൊണ്ടുവന്ന സ്വർണം, അതിൻ്റെ അളവ് എത്രത്തോളമുണ്ട്. പങ്കജ് ഭണ്ഡാരി അവിടെ നിന്നും പിടിച്ചെടുത്ത അളവൊക്കെ ഉണ്ടല്ലോ, സ്വർണത്തിൻ്റെ അളവ്, ഇതൊക്കെ കൃത്യമായ രീതിയിലേക്ക് ഒരു സംശയവും വരുത്താത്ത രീതിയിലേക്ക് പോവുക എന്നത് അത് ശാസ്ത്രീയ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തുന്നു. ആ റിപ്പോർട്ടിന് ശേഷം ഇനി കോടതിക്ക് ഈ വിഷയം എത്രത്തോളം ഗൗരവത്തോടെ പരിഗണിക്കപ്പെടേണ്ടി വരും, നമ്മുടെ ആശങ്കകൾക്ക് ഒരു പരിധിവരെ ഒരു ക്ലാരിറ്റി കിട്ടുമോ? ഉറപ്പായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു കണ്ടെത്തൽ നടത്തി കഴിഞ്ഞാലാണല്ലോ റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവർ തീർച്ചയായും ഒരു കണ്ടെത്തൽ VSC നടത്തിയിട്ടുണ്ടാകും. ആ കണ്ടെത്തൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് SITക്കും ഇപ്പോഴും വ്യക്തതയില്ല. ഒരുപക്ഷെ വ്യക്തത കാണും. ഇതുവരെ നമുക്ക് രേഖകളിലൊന്നും അങ്ങനെ ഒരു വ്യക്തത SITക്ക് വന്നതായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 2019 ഇവർ ഈ ദ്വാരപാലക പാളികളും ഈ കട്ടളപ്പാളിയും അഴിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോയത്, തിരിച്ചു കൊണ്ടുവന്നത് ഒറിജിനലാണോ അതോ ആ ഉണ്ടായിരുന്ന പാളിയുടെ സ്വർണ്ണം ഉരുക്കിയെടുത്ത ശേഷം അതിൻ്റെ ബേസ് ചെമ്പുപാളിയിൽ വീണ്ടും സ്വർണ്ണം പൂശി ഇവിടെ കൊണ്ടുവച്ചതാണോ എന്നൊക്കെയുള്ളതാണ് സംശയങ്ങൾ. അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ VSCയിൽ നിന്ന് കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ ഏതായാലും ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. ഒന്നുകിൽ അത് 2019 എടുത്തുകൊണ്ടുപോയ പാളികളിൽ സ്വർണം ഉരുക്കിയെടുത്ത ശേഷം ആ ബേസ് ചെമ്പുപാളിയിൽ വീണ്ടും സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നതാണോ, അതിനുള്ള ഉത്തരം അതിലുണ്ടാകും. അതല്ല എങ്കിൽ പുതിയ പാളിയാണ് 2019 വന്നിരിക്കുന്നത് എന്ന് ഈ VSC കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പഴയ പാളി മറ്റേ വലിയ വിലയ്ക്ക്, അതല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റിൽ, ഭക്തിയുടെ മാർക്കറ്റിൽ, ആന്റിക് മാർക്കറ്റിൽ പോയി എന്നുള്ളതാണ്. പരിശോധന എങ്ങനെയാണ് അതിൻ്റെ ആഴത്തിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് വശമില്ല. ആള് കേൾക്കുന്നവർക്കൂടെ കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി വരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയൊരു വലിയൊരു വിപുലമായ ഒരു സംവിധാനത്തിലേക്ക് ഇതിന്റെ പരിശോധന പോകുമ്പോൾ? കാരണം ഇതിനകത്ത് വളരെ ഗഹനമായ അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ സൂക്ഷ്മമായ പരിശോധന ആവശ്യമുള്ളൊരു ഏരിയയാണ്. നമുക്കതിൻ്റെ സാങ്കേതിക വശങ്ങളോ ഒരു ശാസ്ത്രീയ വശങ്ങളോ അറിയത്തില്ല. ഏതായാലും VSC പോലുള്ള സ്ഥാപനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അഭിമാനമായ ISROയുടെ ഉള്ളിൽ തന്നെയുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ്. അവിടുത്തെ മെറ്റലർജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ ശാസ്ത്രജ്ഞന്മാരാണുള്ളത്. ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഈ മേഖലയിൽ അറിവുള്ള ശാസ്ത്രജ്ഞന്മാരാണ് ഈ പരിശോധന നടത്തിയത്. വൃശ്ചികം 1-ാം തീയതി എനിക്ക് ഓർമ്മയുണ്ട്. വൃശ്ചികം 1-ാം തീയതി നട തുറന്നത്, അതായത് തലേന്നാണല്ലോ നട തുറക്കുന്നത്. വൃശ്ചികം 1-ാം തീയതി മണ്ഡലകാലം ആരംഭിച്ച ദിവസമാണ് SIT ശബരിമലയിൽ നിന്ന് ഈ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ മകരവിളക്കിന് കഴിഞ്ഞ് നട അടയ്ക്കാൻ പോവുകയാണ്. മകരവിളക്ക് സീസൺ കഴിയുന്നു. ആ ഉത്സവ സീസൺ കഴിയുന്ന സമയത്താണ് അതിൻ്റെ റിസൾട്ട് കൈമാറിയിരിക്കുന്നത്. ആ റിസൾട്ടിൽ എന്താണ് എന്ന് നമ്മൾ അറിയുമ്പോഴേക്കും ഈ 3 മാസത്തെ തീർത്ഥാടനത്തിന് ശേഷം നട അടച്ചിട്ടും ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ SITയുടെ കയ്യിലേക്ക് കൊല്ലം കോടതി ആ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ റിസൾട്ട് കൂടി പരിശോധിച്ചതിന് ശേഷം അതിലെ കണ്ടന്റുകളിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ എന്താണ് ഈ സ്വർണം ഉപയോഗിച്ച് നടത്തിയത്, ഈ കൊള്ളസംഘം, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ കൊള്ളസംഘം അവിടെ നിന്ന് ഉരുപ്പടികൾ എടുത്തുകൊണ്ടുപോയി എന്ത് ചെയ്തു എന്നതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം നമുക്ക് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി അതിന് രഹസ്യ സ്വഭാവം അന്വേഷണത്തെ ബാധിക്കുന്നതൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിലും എന്തായാലും കോടതി ഇനിയെങ്കിലും പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ, ഈ വാജിവാഹനം കൈമാറിയതിൽ ഉത്തരവാദിത്തം പ്രയാർ ഗോപാലകൃഷ്ണനും അജിത് തറയിലിനുമെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം K രാഘവന്റെ പ്രതികരണം. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും താൻ പങ്കെടുത്ത ബോർഡ് യോഗങ്ങളിൽ വന്നിട്ടില്ല എന്നും രാഘവൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേൾക്കാം. ദേവസ്വം ബോർഡിൽ വരുന്നതിന് മുമ്പാണ് പഴയ കൊടിമരം മാറ്റുന്നതും പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ യോഗങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ ഞാനില്ലായിരുന്നു. അന്ന് ദേവസ്വം ബോർഡിൻ്റെ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനും അജിത് തറയിലുമാണ്. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും
ദേവസ്വം ബോർഡിൻ്റെ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുമാണ്. അപ്പോൾ ഈ വാജിവാഹനത്തിലെ വിവാദത്തിന് പിന്നിലെ വാസ്തവം എന്ത് എന്ന് കൂടി നമുക്ക് അറിഞ്ഞേ മതിയാവൂ. അനന്തൻ, ഈ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ വെച്ചതിനുമായി ബന്ധപ്പെട്ടാണല്ലോ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം 2017 കാലഘട്ടത്തിൽ അതിൻ്റെ ഈ പൊളിക്കലുമായി ബന്ധപ്പെട്ട് അന്നത്തെ അനന്തനാചാരി അടക്കം അതിൻ്റെ പൊളിക്കൽ പഴയ കൊടിമരം മാറ്റി കോൺക്രീറ്റ് മാറ്റി പുതിയൊരു ഇതിലേക്ക് വരുന്ന സമയത്തൊക്കെ തന്നെ ഈ വാജിവാഹനം എന്നത് ചിട്ടപ്രകാരം അവിടെ ഒരു മാനുവലുണ്ട്, ദേവസ്വത്തിൻ്റെ അടക്കം രേഖകളുണ്ട്. ഇതൊക്കെ വെച്ചാണെങ്കിൽ തന്ത്രിക്ക് കൈമാറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്നത്തെ ദേവസ്വം ബോർഡ് ശരിക്കും ഒരു പ്രതിക്കൂട്ടിലേക്ക് ആകുന്നുണ്ടോ? ഈ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് അംഗം രാഘവൻ പറഞ്ഞതുപോലെയാണ് ശബരിമലയിലെ കാര്യങ്ങൾ. ഒന്നിനും ഒരു രേഖയും ഒന്നുമില്ല. ഒരു കാര്യം അവിടെ ഉണ്ടോ, അതല്ലെങ്കിൽ അത് കൊണ്ടുപോയോ, ആ സ്വത്ത് അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ അവിടെ ഒരു രേഖ പോലും കാണത്തില്ല. എന്തുകൊണ്ടാണ് രേഖകളില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അഴിമതിയാണ് നടക്കുന്നത്, ഇത് അവിടെ കൊള്ളയാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏത് കാലത്താണെങ്കിലും ഇപ്പോൾ 2025 ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ട് പോയിടത്തു നിന്ന് തുടങ്ങിയ അന്വേഷണം 2019 പോയി, അത് 98 പോയി, പിന്നീട് അത് വീണ്ടും തിരിച്ചു വന്ന് ഇപ്പോൾ 2017 കൊടിമരത്തി വന്നിരിക്കുകയാണ്. അതിനിടയിൽ കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോയത് വന്നു, വാതിലെടുത്തുകൊണ്ട് പോയത് വന്നു, പിന്നീട് ഒരുപാട് മറ്റേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെയും മറ്റ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെയൊക്കെ തിരുവാഭരണങ്ങൾ സംബന്ധിച്ചുള്ള തർക്കം വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ അത് ഒരു തീരുമാനം വരുന്നത് തന്നെ 2014 കൊടിമരം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. അതൊരു ദേവപ്രശ്നത്തിലായിരുന്നു. കൊടിമരത്തിൻ്റെ ദേവചൈതന്യം കുറഞ്ഞു എന്നുള്ളതായിരുന്നു ദേവപ്രശ്നം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തന്ത്രി കണ്ഠരര് മഹേശ്വരരാണ് കൊടിമരം മാറ്റണം എന്നുള്ളൊരു അനുജ്ഞ കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ആ വർഷം തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ചു. എനിക്ക് തോന്നുന്നത് 2015 കോന്നിയിൽ നിന്ന് ഉത്തമമായ തേക്ക് കണ്ടെത്തുകയും അത് പമ്പയിൽ കൊണ്ടുവന്ന് എണ്ണത്തോണിയിൽ പിന്നീട് രാഘവന്റെ പ്രതികരണം എന്താണ്? രാഘവൻ പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും ഒപ്പം ഈ അജിത് തറയിൽ ഈ രണ്ടുപേർക്കാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നതാണ്. പക്ഷേ ഉത്തരവാദിത്തം എന്താണ്? ഈ കൊടിമരം സ്ഥാപിക്കലുമായി കൊടിമരവുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ബോർഡ് യോഗങ്ങളിലോ മീറ്റിങ്ങിലോ ഒരു ചർച്ചയെ വന്നിട്ടില്ല, അങ്ങനെ അദ്ദേഹം പറയുന്നുമില്ല. അപ്പോൾ ഈ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ രീതിയിലേക്ക്, ഒരു ക്രിമിനൽ പ്രൊസീജിയേഴ്സിലേക്ക് അന്നത്തെ ഈ ബോർഡിനെ വിധേയമാക്കേണ്ടി വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഏതെങ്കിലും കോണിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? അതിനകത്ത് രാഘവന്റെ വാദത്തിന് ഒരു യുക്തിയുമില്ല. കാരണം അന്ന് ബോർഡ് എന്ന് പറയുന്നത് ഈ 3 പേര് ചേർന്നതാണ്. പ്രസിഡന്റും 2 അംഗങ്ങളും ചേരുന്നതാണ് ബോർഡ്. അന്നത്തെ ബോർഡ് പ്രസിഡന്റ് പ്രയാറാണ്, ഒരു അംഗം അജയ് തറയിലാണ്, മറ്റൊരു അംഗം രാഘവനാണ്. അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ 3 പേരും ചേർന്നാണ്. എന്തായാലും അതിനകത്തൊരു ചർച്ച വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് 2017 ഈ പഴയ കൊടിമരം നീക്കം ചെയ്യുമ്പോഴാണല്ലോ വാജി താഴെ ഇറക്കുന്നത്. അപ്പോൾ കൊടിമരത്തിന്റെ പറകൾ നീക്കം ചെയ്യുന്നു, അതിനൊടുവിൽ ഈ വാജി ഇറക്കുന്നു. വാജി ഇറങ്ങുന്നതൊന്നും രഹസ്യമായിട്ടായിരുന്നില്ല, അവിടെ എല്ലാവരും സന്നിഹിതരായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട അതാ പറയുന്നത്. അപ്പോൾ ഈ വാജി മുകളിൽ നിന്ന് ഇതിൻ്റെ കൊടിമരം പണിയുന്നവർ അത് മുകളിൽ നിന്ന് എടുത്ത്, അത് ദേവചൈതന്യം ഉള്ളതാണല്ലോ, അപ്പോൾ അത് എടുത്ത് താഴെ കൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അത് ആ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന തന്ത്രിക്ക് കൊടുത്തു ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോയിലേക്ക് കാണുമ്പോൾ പ്രയാർ ഇത് കൊടുക്കുന്ന ഫോട്ടോയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരുടെയും കൺമുന്നിൽ, അതായത് ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും പ്രസിഡന്റും ഉണ്ട്, അവിടെ മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട്, മീഡിയ ഉണ്ട്. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്ത്രിക്ക് കൈമാറുകയാണ്. അപ്പോൾ അത് കൈമാറാൻ എപ്പോഴാണ് തീരുമാനമെടുത്തതെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കൈമാറി തന്ത്രി അത് നേരെ തന്ത്രിയുടെ മുറിയിലേക്ക് കൊണ്ടുവച്ചോ, അതല്ലെങ്കിൽ ആചാരപരമായ ഒരു നടപടിയുടെ ഭാഗമായി തന്ത്രിക്ക് കൊടുത്തിട്ട് അത് പിന്നീട് ദേവസ്വം ബോർഡ് കയ്യിൽ വാങ്ങിച്ച ശേഷം തന്ത്രിക്ക് കൊടുത്തയക്കാൻ, എന്തായാലും ശബരിമലയിൽ നിന്ന് 10 കിലോ തൂക്കമുള്ള വാജിവാഹനം മലയിറങ്ങി വരണമല്ലോ. അതല്ലെങ്കിൽ തന്ത്രിയുടെ മുറിയിൽ നിന്ന് അത് തന്ത്രിയുടെ വീട്ടിലേക്ക്, ചെങ്ങന്നൂരിലെ താഴ്മൺ മഠത്തിലേക്ക് വരണമല്ലോ. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി ആരാണ് തീരുമാനമെടുത്തത്? അത് ബോർഡ് അറിയാതെ പോകുമോ? അഭിഭാഷക കമ്മീഷൻ അറിയാതെ പോകുമോ? അപ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ ഹൈക്കോടതി വരെ ബാധ്യസ്ഥരാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കൊടിമരം മാറ്റുന്നതിൻ്റെ എല്ലാ നടപടികളും, അതായത് ആദ്യത്തെ അനുജ്ഞ മുതൽ തേക്ക് വെട്ടുന്നത് മുതൽ ഇതിൻ്റെ പണി ആരെ ഏൽപ്പിക്കണം എന്നത് മുതൽ ഇതിൻ്റെ സ്പോൺസർ ആരാണ്, ഫീനിക്സ് എന്ന് പറയുന്ന സുരേഷ് ചുക്കാപ്പള്ളിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള കമ്പനി വരുന്നതടക്കം എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിക്ക് കൃത്യമായ അറിവുണ്ട്. ഹൈക്കോടതി അതിനകത്ത് ഇടപെട്ടിട്ടുമുണ്ട്, ഹൈക്കോടതി അറിയിച്ചിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട മേൽനോട്ടത്തിന് ശേഷമാണ് അഭിഭാഷക കമ്മീഷനെ
ഇതിനു കൂടി നിയോഗിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി. അപ്പോൾ ഇതിനൊരു അന്വേഷണം വേണമെന്നാണ് ക്ലാരിറ്റി എന്തായാലും വേണം. ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റിക്ക് ആരോടൊക്കെയാണ് ചോദിക്കേണ്ടി വരിക? അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ഹൈക്കോടതിയോട് വരെ ചോദിക്കേണ്ടി വരും. അന്നത്തെ ബെഞ്ചിനോടും അന്നത്തെ അഭിഭാഷക കമ്മീഷനോടും അവിടുത്തെ ദേവസ്വം കമ്മീഷണറോടും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷനോടും എല്ലാവരോടും ചോദിക്കേണ്ടി വരും. ഒപ്പം ഈ പറയുന്ന രാഘവൻ അടക്കമുള്ള ദേവസ്വം ബോർഡിനോടും ചോദിക്കേണ്ടി വരും. ഇവരെല്ലാം പറയാൻ ബാധ്യത ആരാണ് തന്ത്രിക്ക് ഇത് എടുത്തു കൊടുത്തത്? അങ്ങനെ ഒരു ദേവസ്വം ബോർഡിന്റെ നിയതമായ ചട്ടമുണ്ടോ? അങ്ങനെ കൊടുക്കാനുള്ള ഒരു ആചാരമുണ്ടോ? ആചാരത്തിന്റെ ബോധ്യത്തിലാണ് മാറി നിന്ന് അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ രാഘവൻ ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ പ്രതീക്ഷ, ഇതിപ്പോൾ പരസ്യമായി 10 കിലോയുള്ള പഞ്ചലോഹമോ സ്വർണമോ എന്തോ ആയാലും ഇപ്പൊ അതൊരു ഗോൾഡൻ നിറത്തില്ല, ഒന്നി അത് പഞ്ചലോഹമായിരിക്കും, അതല്ലെങ്കിൽ അതൊരു ഗോൾഡ് സ്വർണം പൊതിഞ്ഞതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വസ്തു തന്ത്രിക്കെടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ട് പിന്നീട് ആ വാജിവാഹനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ബോർഡിലെ അംഗമായ രാഘവൻ ചോദിക്കണ്ടേ? അതെങ്ങോട്ട് പോയത്? ബോർഡിൽ അത് കുറ്റകരമായ മൗനമൊക്കെയാണല്ലോ പലരെയും. അപ്പോൾ ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ച് അങ്ങനെ മാറി നിൽക്കാൻ പോലെ അന്വേഷണം വരുവാണെങ്കിൽ ഈ 3 പേർക്കെതിരെയും അന്വേഷണം വരണം. ബോർഡിലുണ്ടായിരുന്ന അന്നത്തെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 പേരാണ്, അവർക്കെതിരെയും അതിനൊപ്പം തന്നെ ഹൈക്കോടതിയും അതിന് ഉത്തരം പറയേണ്ടി വരും, അഭിഭാഷക കമ്മീഷൻ പറയേണ്ടി വരും. കാരണം അവരുടെ എല്ലാം മുന്നിൽ വെച്ചാണ് ഇത് കൈമാറുന്നത്. അവരെല്ലാം ഇതിനകത്ത് അതിപ്പോൾ അതിനു മുമ്പ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ബോർഡ് എന്നുള്ള കാര്യത്തിൽ? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിമലയാണ്, ഒന്നിനും ഒരു രേഖയില്ല, എങ്ങോട്ട് ആരൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇപ്പൊ നമ്മൾ കൊടിമരത്തിലെത്തിയിരിക്കുന്നു. ഇനി കൊടിമരത്തിന്റെ പുറകെ പോകുമ്പോൾ ഇനി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ. ഇനി വേറൊരു കാര്യമുണ്ട്, ഒറ്റ കാര്യം കൂടെ പറയാം. ഈ കൊടിമരം മാറ്റാൻ തീരുമാനിക്കുമ്പോൾ 2014 കൊടിമരം മാറ്റാൻ തീരുമാനിച്ച് പുതിയ കൊടിമരം നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ കൊടിമരം, പഴയ കൊടിമരം, ഈ കൊടിമരത്തിന്റെ ഉള്ളിൽ എന്താണ് എന്ന് സംബന്ധിച്ച് രേഖകൾ അവിടെ തപ്പി. അത് കല്ലാണോ മരമാണോ എന്നാണ് അവർ അന്വേഷിച്ചത്. അങ്ങനെ ഒരു രേഖ അവിടെ ഇല്ലായിരുന്നു. അവസാനം ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? കോൺക്രീറ്റ് ആയിരുന്നു. കാരണം കോൺക്രീറ്റ് കൊണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ക്ഷേത്രത്തിൽ കൊടിമരം പണിയുന്നത്. ഒറ്റപ്പാളിക്കല്ലിൽ കൊടിമരം തീർക്കണമെന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. അതിന് വിരുദ്ധമായി ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൽ എങ്ങനെയാണ് കോൺക്രീറ്റ് കൊടിമരം വന്നത് എന്നുള്ളതും അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും അങ്ങനെ അസ്വാഭാവികതകൾ ഒരുപാട് ഉള്ള ഇടത്താണ് ഇപ്പോൾ വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നത്. ആ വിവാദങ്ങളിൽ മുൻ ദേവസ്വം ബോർഡ്, അതായത് 2017 ദേവസ്വം ബോർഡിന് മാറി നിൽക്കാൻ കഴിയില്ല. അന്നുണ്ടായിരുന്ന എല്ലാവർക്കും അതിന്റെ ഉത്തരം നൽകേണ്ടി വരും. എന്തുകൊണ്ട് തന്ത്രിക്ക് ഇങ്ങനെ ഈ വാജിവാഹനം കൈമാറാനും കൈവശം വയ്ക്കാനും അവസരം ഒരുക്കി എന്നടക്കം ഒരു ക്ലാരിറ്റി വരുത്തുക തന്നെ വേണം.